തുറന്നൊരു കാര്യം പറയാം, ഇപ്പോഴും ഇത്രയും റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് ഓരോ ഇൻടേക്കിലും ഇങ്ങോട്ടേക്ക് വരുന്ന ആപ്ലിക്കേഷനുകളുടെ എണ്ണം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ തലപറ്റും. അത് അത്രമാത്രം പേരാണ് ട്രൈ ചെയ്യുന്നത്. ഇത്രയും പേര് ട്രൈ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റവും ആ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ഇറങ്ങുന്ന എല്ലാ ഗ്രാജുവേറ്റ്സിനും കറക്റ്റായിട്ടുള്ള അവരുടെ സ്കില്ലിനനുസരിച്ചുള്ള വേതനം കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ജോലിയും നമ്മുടെ നാടും നമ്മുടെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാളും നാട് വിട്ട് വെളിയിൽ പോകില്ല. നമ്മുടെ നാട്, അതായത് നമ്മുടേത് എന്ന് പറയുന്നത് നമ്മുടെ നാടൊക്കെയാണ്. അതായത് നമ്മൾ ജനിച്ച് വീണ് നമ്മൾ നല്ലൊരു പ്രായത്തിൽ കണ്ട സ്ഥലങ്ങൾ നമുക്ക് എപ്പോഴും പ്രിയപ്പെട്ടതായിരിക്കും. അവിടെ നിൽക്കണമെന്ന് നമുക്ക് ആഗ്രഹം. ആ നാട് വിട്ട് മറ്റൊരു രാജ്യത്ത് അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ജോലി ചെയ്യുന്ന നമ്മൾ എന്തുകൊണ്ടാണ് അത് ചൂസ് ചെയ്യുന്നത് ആലോചിക്കണം. ഗതികേട് എന്നുള്ളത് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞേ പറ്റത്തുള്ളൂ. നമ്മളിവിടെ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്ത് ഇവിടുത്തെ എക്സ്പീരിയൻസിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഇവിടെ വന്ന് സെറ്റിൽ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ഇന്ത്യക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇന്ത്യക്കാരെന്നല്ല ഏത് രാജ്യത്തുള്ളവരായിരുന്നാലും അത് ആ രാജ്യത്തിൻ്റെ പോരായ്മ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പം നിങ്ങൾക്കിപ്പോൾ കുറച്ച് പേർക്ക് ഒരു സെറ്റനായിട്ടുള്ള കുറച്ച് ആളുകൾക്ക് ചിലപ്പോൾ ഇത് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കൊള്ളുമായിരിക്കും. പക്ഷേ പ്രശ്നമല്ല. പിന്നെ ഒരു കാര്യം, ഇതിപ്പോൾ ആർക്ക് വേദനിച്ചാലും വേദനയും പറയാം. നിങ്ങൾക്ക് തീരുമാനിക്കാം പൊട്ടക്കിണറ്റിൽ കിടന്ന് കരയുന്നൊരു തവളയാവണോ അതോ ആ പൊട്ടക്കിണന്ന് വെളി വരാൻ ശ്രമിക്കണോ എന്നുള്ളത്. ഈ പൊട്ടക്കിണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിനെയല്ല, നിങ്ങളുടെ ചിന്താഗതിയാണ്. ശരിക്കും ആലോചിച്ച് നോക്കണം. പിന്നെ വേറൊരു സംഭവമുണ്ട്. ഞങ്ങൾ 5 പേര് ഈ വണ്ടിയിൽ ഇരിക്കണവരും 5 പേരും 5 സെക്ടറിൽ വർക്ക് ചെയ്യണതാണ്. പക്ഷെ ഞങ്ങൾക്കിടയ്ക്കും ബേസിക് ശമ്പളം എന്ന് പറയുന്നത് എല്ലാവർക്കിടെയും സെയിം ആണ്. ഒരു പെനി പോലും കൂടുതലില്ല. പക്ഷെ നമ്മൾ നാട്ടിൽ ഒരു 5 പേരെ എടുത്തു നോക്കി അവർക്കിടെ ആ ഒരു ഈവൻ ബേസിക് ജോലി തന്നെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിലും അവർക്കുടെ സാലറി ഒന്ന് നോക്കിയാൽ തന്നെ അറിയാം. അങ്ങനെ പല കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് നമുക്ക് നാടിനോട് ഒരു എന്താ പറയുക താല്പര്യക്കുറവ്. പിന്നെ രാഷ്ട്രീയക്കാർക്കുടെ പവർ, അങ്ങനെ പിന്നെ ഇതെല്ലാം പേഴ്സൺ ടു പേഴ്സൺ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. അപ്പം ഞങ്ങൾ വണ്ടിയിലിരുന്നപ്പം UK റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ യൂട്യൂബിൽ കണ്ടപ്പം ഞങ്ങളുടെ കാഴ്ചപ്പാടിലുള്ള കാര്യം പറയണമെന്ന് ഓർത്തു. അല്ലാതെ ഞങ്ങൾ ആരും ഇന്നേ വരെ ഒരു സ്റ്റുഡൻറ്റിനെ പോലും UK കൊണ്ടുവരാത്ത വ്യക്തികളാണ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം UK വരണോ വേണ്ടത്. ഇറ്റ്സ് ഓൾ അപ് ടു യു. അപ്പോൾ ഇറ്റ്സ് മീ അബി സൈനിങ് ഓഫ് ഫ്രം അബീസ് UK ചാനൽ. ബൈ മച്ചാനെ.